നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. കടക്കെണിയിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. കാരണം ഈ കടക്കെണിയിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിയും ആരും ഗണ്യമായ രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇത് ദശാബ്ദങ്ങളായല്ല, നൂറ്റാണ്ടുകളായിട്ട് വരികയാണ്, നടന്നു വരികയാണ്. അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. കേരളത്തിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 65% പേര് കടക്കെണിയിലാണ്. 65% കുടുംബങ്ങൾ. ഇത് ഒഫീഷ്യൽ കണക്കാണ് നബാർഡ് കാണിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങ് ഉത്തരവാദിത്ത ബോധമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഇത് ചെറിയ രീതിയിലാണെങ്കിലും ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ 65% എന്ന് പറയുന്നത് ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും ഒക്കെ കടമെടുത്ത ആൾക്കാരുടെ കണക്ക് മാത്രമാണ്. നാടൻ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്ന് കടമെടുത്തവരുടെ കണക്കും കൂടെ കൂട്ടുമ്പോൾ അത് 80%-ലധികം വരും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു വിഷയമല്ല, ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ ടി വിയിലൊക്കെ ചർച്ച നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഇതൊന്നും തന്നെ ഒരു പ്രശ്നവുമില്ല, ആരും ചർച്ച ചെയ്യുന്നില്ല, ആർക്കും ഒരു വിഷയമല്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കഴിയും. സാമ്പത്തികമായിട്ട് സമ്പദ് രംഗം സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു. ഇത് ഈശ്വരൻ മലയാളികൾക്ക്, ഇന്ത്യക്കാർക്ക് കാണിച്ചു തരികയാണ്. ശ്രീലങ്ക തകർന്നു തരിപ്പണമായി, ഒന്നുമില്ല. ഇടയ്ക്ക് പറയട്ടെ, പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് അല്ല, MD പാസ്സായ, MBBS കഴിഞ്ഞ് MD പാസ്സായ ഒരു ഡോക്ടറാണ്. ഏതാണ്ട് 30 വർഷത്തിലധികം സർവീസുള്ള ഒരു ഡോക്ടർ. വെറും MBBS അല്ല, MD ജനറൽ മെഡിസിനാണ്. അയാൾ ശ്രീലങ്കയിൽ പോയിരുന്നു. അതായത് ഈ IMA ബന്ധപ്പെട്ട എന്തോ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. എന്നിട്ട് അയാൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാ, ശ്രീലങ്കയിൽ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന്. നോക്കണം, അതായത് വിദ്യാഭ്യാസമുള്ള മലയാളിയുടെ, അതും ഉന്നത വിദ്യാഭ്യാസമുള്ള ഉന്നതനായ ഒരു വ്യക്തിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ബാക്കിയുള്ള മലയാളികളുടെ കാര്യം ഞാൻ പറയാം. അവിടെ കുഴപ്പമൊന്നുമില്ല, ശ്രീലങ്കയിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, അവിടുത്തെ പ്രസിഡന്റ് അവിടുന്ന് ഒളിച്ചോടി എന്ന് പറയുന്നത് കേട്ട്. പ്രസിഡന്റ് ഒളിച്ചോടി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, അവിടുത്തെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം ജനങ്ങൾ ചെന്ന് വളഞ്ഞ് പിടിച്ച് കയ്യേറിയല്ല. അത് ശരിയാ, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് വിദ്യാഭ്യാസമുള്ള മലയാളിയുടെ അവസ്ഥ. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യമോ? ഞാൻ ഈ ശ്രീലങ്കയിലെ സംഭവം അതിലെ പത്രങ്ങളിലെല്ലാം മെയിൻ ന്യൂസായിട്ട് വന്നിട്ടുള്ളതാണ്. എനിക്ക് പരിചയമുള്ള ഒരു റിട്ടയേർഡ് ടീച്ചറിൻ്റെ അടുക്കെ നോക്കുക, വിദ്യാഭ്യാസമുള്ള ഒരു റിട്ടയേർഡ് ടീച്ചർ, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ. അവരുടെ ഞാൻ ചോദിച്ചു, ഈ ശ്രീലങ്കയെ സംഭവം നടന്ന് അറിഞ്ഞായിരുന്നോ ടീച്ചറെ? എന്തോ എനിക്കറിഞ്ഞൂടാ, എന്തോ ശ്രീലങ്കയിൽ എന്തോ പറ്റിയത്. ഞാനൊന്നും പറയാൻ പോയില്ല. കാരണം നോക്കുക, ഒരു MD ജനറൽ മെഡിസിൻ ചെയ്യുന്ന 30 വർഷമായിട്ട് സർവീസിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞത് ശ്രീലങ്കയിൽ കുഴപ്പമില്ല, അവിടെ പ്രസിഡന്റ് ഒളിച്ചോടി, പ്രസിഡന്റിൻ്റെ കൊട്ടാരം നാട്ടുകാർ കൈകയറി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്.
ഇതാണ് അവസ്ഥ. ഈ ടീച്ചറിൻ്റെ കാര്യം അവരിത് അറിഞ്ഞത് പോലുമില്ല. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതായത് വിദ്യാഭ്യാസം ഉള്ളവരുടെയൊക്കെയാണ് നമ്മളിത് ചോദിച്ചത്. ഞാൻ 2 ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിരവധി പേരുമായിട്ട് ഞാൻ ചർച്ച ചെയ്യാറുണ്ടത്. ഭൂരിപക്ഷം പേർക്കും ഇത് ഗൗരവമുള്ളൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല അവർക്കാർക്കും. അപ്പോൾ വിദ്യാഭ്യാസമുള്ള മലയാളികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവരുടെ കാര്യമോ? അപ്പോൾ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. മനസ്സിലാക്കുക, ഈശ്വരൻ നമ്മളെ കാണിച്ചു തരികയാണ്, മലയാളികളെയും ഇന്ത്യക്കാരെയും കാണിച്ചു തരികയാണ്. അയൽ രാജ്യങ്ങളെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഈശ്വരൻ കാണിച്ചു തരികയാണ് ഈ പ്രശ്നം, ഈ ഗുരുതരമായ ഏറ്റവും ഗൗരവം അറിയിക്കുന്ന വിഷയം. അത് പക്ഷേ മലയാളിക്ക് ഈശ്വരൻ ഇത് കാണിച്ചു തന്നെയാണെന്ന് മനസ്സിലായിട്ടില്ല. വേറൊരു വിഷയം പറയാം. ബൈബിള് നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞേക്കുന്നത് ഈശ്വരൻ ഭൂമിയും ആകാശവും ജലാശയങ്ങളും മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും മീനുകളെയും ഒക്കെ സൃഷ്ടിച്ചു, പർവ്വതങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയായി, 7-ാം ദിവസം ഈശ്വരൻ വിശ്രമിച്ചു എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചതെന്ന് പറയുന്ന സൃഷ്ടികളിൽ പണമുണ്ടോ, കറൻസി ഉണ്ടോ? ഇല്ല. ഈശ്വരൻ സൃഷ്ടിച്ചത് കറൻസി ഇല്ലാത്ത ലോകമാണ്. ഏകദേശം 5000 കൊല്ലമായുള്ളൂ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം, മോണിറ്ററി സിസ്റ്റം, പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ പകുതിയിലേറെ മനുഷ്യർ അർത്ഥപട്ടിണിയിലും മുഴുപട്ടിണിയിലും കൊടും ദാരിദ്ര്യത്തിലുമാണ്. ഏകദേശം 50% കുടുംബങ്ങൾക്ക് വീടില്ല. ഇത് UN-ന്റെ കണക്കാണ്. അതേസമയം ഈശ്വരൻ സൃഷ്ടിച്ച ലോകം അത് കറൻസി ഇല്ലാത്ത ലോകമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഒരു നിർദ്ദേശം വന്നത്. അതായത് ലോകത്താരും തന്നെ ഈ വിഷയം, കൊടും ദാരിദ്ര്യം, 50% ആൾക്കാർക്ക് കൊടും ദാരിദ്ര്യം എന്നുള്ള വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. അതിനൊരു പരിഹാരവും ഒരു കോണിൽ നിന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏകദേശം 34 വർഷം മുമ്പാണ് എനിക്ക് ഈ ഒരു ചിന്താഗതി വന്നത്. സ്വാഭാവികമായിട്ടും എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പരിഹസിച്ച് തള്ളുകയാണ് എൻ്റെ ആശയത്തെ. ആയിരുന്നു. ഓക്കെ, ഇപ്പം അങ്ങനല്ല, വ്യത്യാസം വന്നിട്ടുണ്ട്. കാര്യം ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറിനെ പോലെ അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത എക്കണോമിക്സ് പ്രൊഫസർ, അദ്ദേഹം മാത്രമല്ല നിരവധി എക്കണോമിസ്റ്റുകൾ, സാമ്പത്തിക വിദഗ്ധർ എൻ്റെ ആശയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. മാർട്ടിൻ സാറാണെങ്കിൽ എൻ്റെ ഈ ആശയത്തെപ്പറ്റി, അതായത് കറൻസി രഹിത വ്യവസ്ഥയെപ്പറ്റി വീഡിയോയും ചെയ്തിട്ടുണ്ട്, 3 എണ്ണം. നിസ്സാരനായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് നിസ്സാരനായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോ 2 എണ്ണമുണ്ട്. 3 വീഡിയോ ആണ് ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇതിനെയൊക്കെ പരിഹസിച്ച, എൻ്റെ ആശയത്തെ കളഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ
ആശയം 34 വർഷം മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഇത് കടന്നു വന്നപ്പോൾ എനിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഒരു പരിഹാസമല്ല ഞാൻ ഗൗരവമായിട്ട് എടുത്തത്, മറിച്ച് ഈ കറൻസി രഹിത വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. 100%. അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാം തന്നെ 100% പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ പ്രപഞ്ചശക്തി അറിയുന്നുണ്ട്, ഈശ്വരൻ അറിയുന്നുണ്ട് ഞാൻ ഈ ആശയത്തിന് വേണ്ടി 34 വർഷം പണം ഉൾപ്പെടെ, കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ, ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ പണം കൊടുത്തേ ഒക്കത്തുള്ളൂ. എനിക്കറിയത്തില്ല ഞാൻ എത്ര രൂപ ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഈ പുസ്തകം ഈ രൂപത്തിൽ വരണമെങ്കിൽ ഒരെണ്ണത്തിന് 60 രൂപ ചിലവാണ്. ഓക്കെ, ഇതുപോലെ നിരവധി നല്ലൊരു തുക, എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഈ 34 വർഷത്തിനിടയ്ക്ക് ഞാൻ ചിലവാക്കിയിട്ടുണ്ട്. പിന്നെ സമയം, ഊർജം, ഇപ്പോഴും ഇതിൽ നിന്ന് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല, ലഭിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. അങ്ങനല്ല ഞാൻ ചിന്തിക്കുന്നത്. ഈ കറൻസി ഇല്ലാത്ത ലോകം എന്ന് പറയുന്ന പുസ്തകം ശരിക്കും ഒഫീഷ്യലായിട്ട് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചേക്കുന്ന ഇതാണ്, അതിന് 0 രൂപ വില ഇടുക എന്നുള്ളതാണ്. ഓക്കെ, കറൻസി ഇല്ലാത്ത ലോകം എന്ന് പറയുന്ന ആശയത്തിൻ്റെ പുസ്തകത്തിന് 0 രൂപ. കാര്യം ഇത് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇത് വേണ്ടി സമയവും ഊർജവും പണവും ഒക്കെ ചിലവാക്കുന്നത്, അതായത് ഏതാണ്ട് ഗണ്യമായ വലിയൊരു വിഭാഗം ആൾക്കാരുടെ പരിഹാസം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ സംഭവം ഇതാണ്, ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട നിമിത്തങ്ങൾ മുഴുവൻ 100% പോസിറ്റീവാണ്. അതായത് പ്രപഞ്ചശക്തി ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ ആശയവുമായിട്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഞാൻ കണക്കുകളൊക്കെ ഒന്ന് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ഈ സാമ്പത്തികമായിട്ട് അതായത് ലോക സമ്പദ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഒന്ന് നോക്കാം നമുക്ക്. അത് എന്തായാലും ഇന്ന് കുറച്ച് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ചൊന്ന് പറയാം. ശ്രീലങ്കയെ പോലെ തകർന്നത് 30ഓളം രാജ്യങ്ങളാണ്. ഇതൊന്നും മലയാളി അറിയുന്നില്ല. മലയാളി വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് അന്തിച്ചർച്ചയിൽ ചെയ്യുന്നത്. ചിരിക്കാതെ എന്ത് ചെയ്യുമെന്നുള്ള. ഓക്കെ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, പിന്നെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പലതുണ്ട്. അതെല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ വെനിസുല, ഗ്രീസ്, അർജൻറ്റീന, ബ്രസീൽ, ടർക്കി, ഇറാൻ, ഇറാഖ്, ഈജിപ്റ്റ് തുടങ്ങി സിംബാബ്വെ തൊട്ട് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏകദേശം 30ഓളം രാജ്യങ്ങൾ സമ്പൂർണ്ണമായും സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞു. അതായത് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് ഇതാണ്, ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം, മോണിറ്ററി സിസ്റ്റം അശാസ്ത്രീയമാണ്, അൺസയൻറ്റിഫിക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 50%-ലധികം ജനങ്ങൾ കൊടും പട്ടിണിയിലോ അർത്ഥപട്ടിണിയിലോ വീടില്ലാത്ത അവസ്ഥയിലോ ജീവിക്കുന്നത്. ഈ സിസ്റ്റം നല്ലതാണെങ്കിൽ ഓക്കെ, എല്ലാവരും സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കണം.
പിന്നെ ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് ഇന്ത്യക്ക് കടമുണ്ട്, അതെല്ലാ രാജ്യത്തും ഉണ്ട്. ഇന്ത്യയുടെ GDP ഇതൊക്കെ ഒന്ന് പരിശോധിക്കാം. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ ഉള്ള ഇതാണ് ഇന്ത്യയുടെ കടമെന്ന് പറയുന്നത് $3.716 ട്രില്യൺ. GDP എന്ന് പറയുന്നത് $4 ട്രില്യൺ. ഇത് കടം എത്ര കൂടിയാലും കുഴപ്പമില്ല, GDP എത്ര കൂടിയാലും കുഴപ്പമില്ല. ഏറ്റവും പ്രധാനം ഇതാണ്, ഇത് തമ്മിലുള്ള റേഷ്യോ, അനുപാതം. അപ്പോൾ 3.716 അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 318 ലക്ഷം കോടി രൂപയാവും. ഓക്കെ, ഈ $3.716 ട്രില്യൺ ഡിവൈഡഡ് ബൈ ഭാഗം $4 ട്രില്യൺ. അത് കാൽക്കുലേറ്റർ അടിച്ച് വന്നപ്പോൾ 92.9 വന്നത്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ വെബ്സൈറ്റിലെ കണക്ക് 92.76. അതായത് നമ്മൾ ഈ ഡെപ്റ്റ്, കടം അല്ല നോക്കേണ്ടത്, അതുപോലെ തന്നെ GDP അതിൻ്റെ വർധനവും അല്ല നോക്കേണ്ടത്, മറിച്ച് ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറഞ്ഞ ആ ഇൻഡെക്സാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. അപ്പോൾ അത് ഒഫീഷ്യലി കിടക്കുന്നത് 92.76. കഴിഞ്ഞ ആഴ്ചയിൽ അത് 92.7 താഴെയായിരുന്നു. അതിങ്ങനെ ഓരോ ദിവസവും ശരാശരി 0.01% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 92.9 വന്നത്. ഒഫീഷ്യൽ ആ വെബ്സൈറ്റിൽ കിടക്കുന്നത് 92.76. ഓക്കെ, എന്തായാലും ഇത് 90% കൂടുതലാണ്. അതായത് 90% വരെ പാടുള്ളൂ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം, GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉൽപ്പാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്ന് മലയാള വിവർത്തനം. ലളിതമായിട്ട് പറഞ്ഞാൽ ഉൽപ്പാദനം. ഓക്കെ, ഒരു വർഷം ഒരു രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും ആകെ മൂല്യമാണ് ഈ GDP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ അത് തമ്മിലുള്ള അനുപാതം, റേഷ്യോ എന്ന് പറയുന്നത് 90% കൂടാൻ പാടില്ല. ഇന്ത്യയുടേത് 92.76 നമുക്ക് സമ്മതിക്കാം. ഓക്കെ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് അത് ലേറ്റസ്റ്റ് അല്ല, 2023-24 കാലഘട്ടത്തിലെ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരം അനുസരിച്ച് ഏകദേശം 288%. ലോകത്തിൻ്റെ മൊത്തം കടം 28,000 ലക്ഷം കോടി രൂപ ഏകദേശം. ഈ കടം എങ്ങനെ തീർക്കണമെന്ന് ആർക്കും അറിയില്ല. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്ര നേതാക്കളും കണ്ണും മെഴിച്ച് കൈമലർത്തി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഈ വിഷയമാണ് ഏറ്റവും വലിയ വിഷയമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഈ വിഷയം സംസാരിക്കുമ്പോൾ പൊതുവെ ആൾക്കാർ ചെവി പൊത്തിക്കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ഓ എൻ്റെ ജീസസേ, കത്തി വെക്കല്ലേ പ്ലീസ്, ഈ ബോറിങ് നിർത്തണേ. പക്ഷേ എനിക്ക് നിർത്തണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത ആൾക്കാരാണ് ഇതൊന്നും ചിന്തിക്കാതെ നടക്കുന്നതാണ് എൻ്റെ വിലയിരുത്തൽ. നിങ്ങളൊരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരനാണെങ്കിൽ, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബനാഥനാണെങ്കിൽ അല്ലെങ്കിൽ നാഥയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ വിഷയമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്താൽ മാത്രം പോരാ, അതിന് സൊല്യൂഷനും കണ്ടുപിടിക്കണം, പരിഹാരവും കണ്ടുപിടിക്കണം. അങ്ങനെ ഈ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് ഒരു പരിഹാരം ആർക്കും അറിയില്ലെന്ന് മാത്രമല്ല, ആരും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും അങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാതെ നടന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് ഈ വിഷയം സംസാരിക്കുമ്പോൾ വെള്ളം കുടിക്കണ്ട, ചായ കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, മദ്യം കഴിക്കണ്ട, ഇതൊന്നും വേണ്ട. എനിക്ക് ഊർജം അല്ലാതെ തന്നെ എനിക്ക് എൻ്റെ ആത്മീയ ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ആരും ഇതൊക്കെ ചിന്തിക്കാൻ പാടില്ലാത്ത വിഷയമായിട്ട് തള്ളിക്കളയാണ്. അത് ബൗദ്ധിക നിലവാരം കുറഞ്ഞവരാണെന്ന് സുവ്യക്തമായിട്ട് ഞാൻ പറയുന്നു. അവരുടെ പരിഹാസമോ നിരാസവോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയം. എൻ്റെ വിഷയം ഇത് തന്നെയാണ്. ലോകം ഇന്ന് കടക്കെണിയിലാണ്. മനുഷ്യവംശം ഇന്ന് കടക്കെണിയിലാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരിഹാസങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് 34 വർഷം കൊണ്ട് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ എത്തി. അതിന് പ്രപഞ്ചശക്തിയുടെ പിന്തുണയുണ്ടെന്നാണ് നിമിത്തങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതല്ല ഞാൻ നോക്കാറുള്ളത്, മറിച്ച് പ്രപഞ്ചശക്തി എങ്ങനെ പ്രതികരിക്കുന്നു. നിമിത്തങ്ങളിലൂടെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തി എൻ്റെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതുമാത്രം മതി. എന്തിന് കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ഒരു സാമ്പത്തിക വിദഗ്ധനും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2000-ഓളം സാമ്പത്തിക വിദഗ്ധർ, വിദേശീയരും മലയാളികളുമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിവേ, സംഭവം ഈ വിഷയം എല്ലാവരും ചർച്ച ചെയ്യണം. പിന്നെ ആ കണക്കുകൾ ഒന്ന് നോക്കാം. ഡെപ്റ്റ് ടു GDP റേഷ്യോ അത് 130 ആയപ്പോഴാണ് ശ്രീലങ്ക തകർന്ന് തരിപ്പണമായത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ എഴുതിയിട്ടേക്കുന്ന രാജ്യങ്ങളുടെ പേരും ഡെപ്റ്റ് ടു GDP റേഷ്യോ ഒക്കെ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അമേരിക്ക 123.3%, 90% മേളിലാണ്. ഇന്ത്യ 92.76%. ജപ്പാൻ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, ജപ്പാൻ 291%. അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോയെക്കാട്ടിലും മുകളിലാണ് ജപ്പാൻ. അതുതന്നെ അവരുടെ കടമെന്ന് പറയുന്നത് 12 ലക്ഷം കോടി ഡോളറാണ്. എന്ന് പറഞ്ഞാൽ 1000 ലക്ഷം കോടി രൂപയിലധികമാണ് ജപ്പാൻ്റെ. അതായത് ജപ്പാന് ഇപ്പോൾ ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തെ പോലെ ആരും കടം കൊടുക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ കടക്കെണിയിലാണ് ജപ്പാൻ. ഏത് നിമിഷവും അവിടെ എന്തും സംഭവിക്കാം. ജപ്പാനിൽ 291% ഡെപ്റ്റ് ടു GDP റേഷ്യോ. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡെപ്റ്റ് ടു GDP റേഷ്യോ ശതമാനമുള്ളത് ജപ്പാനാണ്. ജപ്പാൻ ഏത് നിമിഷവും ശ്രീലങ്കയെ പോലെ ആവും. ഇംഗ്ലണ്ട് 114, ഫ്രാൻസ് 124, ഇറ്റലി 160, ബ്രസീൽ 95, കാനഡ 118, ബെൽജിയം 117, ഗ്രീസ് 198, പോർച്ചുഗൽ 130, സ്പെയിൻ 125. ഇവിടെ 90% താഴെ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഉള്ള രാജ്യങ്ങളിൽ നിരവധിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ചൈന 86% മാത്രം, ജർമ്മനി
74% മാത്രം. ഓക്കെ, അതായത് ഏകദേശം 50%-ത്തിലേറെ രാജ്യങ്ങൾ ഡെപ്റ്റ് ടു GDP റേഷ്യോ 90% കടന്നിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ത്? ആർക്കും അറിയില്ല. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഈ കടം എങ്ങനെ തീർക്കും? കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 6.5 ലക്ഷം കോടി കവിഞ്ഞെന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. എങ്കിലും ഏകദേശം 5 ലക്ഷം കോടി രൂപ കടമുണ്ട്. ഏറ്റവും മിനിമം കേരള ഗവൺമെൻറ്റിന് കടമെടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. കടമെടുത്ത് കൊടുക്കാനും ഒരു ലജ്ജയില്ല. അതുപോലെ തന്നെ കടം എടുത്ത് ശമ്പളം കൊടുക്കുന്നത് വാങ്ങാനും ആർക്കും ഒരു ലജ്ജയുമില്ല, ഒരു പ്രശ്നവുമില്ല. കടമെടുത്തങ്ങ് കൊടുക്കും. തൊട്ടയൽവക്കത്തെ രാജ്യങ്ങൾ സമ്പൂർണമായും തകർത്ത് ഈശ്വരൻ കാണിച്ച് തരികയാണ് മലയാളിയെ. എടാ, നിന്റെ അയൽ രാജ്യങ്ങളെല്ലാം തകർന്നടാ, നീ ഇനിയെങ്കിലും ബോധവാനാവൂ. ഈ സിസ്റ്റം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊടും പട്ടിണിയും അരാജകത്വവും ഒക്കെ സംഭവിച്ചേക്കാം. ശ്രീലങ്കയെ പോലെ. നമ്മുടെ പ്രേമചന്ദ്രൻ MP ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആ ഇന്ത്യ ശ്രീലങ്കയെ പോലെ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം ജീസസെ പുതിയ പരീക്ഷണങ്ങൾ. അതായത് ഇപ്പം സമയമില്ലെന്ന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പാർലമെൻറ്റേറിയനാണ് ഈ പറയുന്നത് NK പ്രേമചന്ദ്രൻ. ഓക്കെ, എൻ്റെ കുടുംബമായിട്ട് വലിയ അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിനോടുള്ള ബഹുമാനങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹത്തിന് ഈ വിഷയം ചിന്തിക്കാൻ സമയമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാതാണ് ഈ രാഷ്ട്രീയ നേതാക്കളും മലയാളികളും മുന്നോട്ട് പോകുന്നത്. ചിന്തിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാതാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിനെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു വ്യക്തിയെയും രാഷ്ട്രീയ നേതാവിനെയും അതുപോലെ തന്നെ ജനങ്ങളെയും, അങ്ങനെ ഉത്തരവാദിത്ത ബോധമില്ലാത്തവരെയൊന്നും ബഹുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിട്ടാണോ ശ്രീലങ്കയിലെ ജനങ്ങൾ പ്രസിഡന്റിൻ്റെ കൊട്ടാരം വളഞ്ഞ് കയ്യേറി അവിടെ ഇരുന്ന് ചീട്ട് കളിച്ചത്? പ്രതിപക്ഷ ബഹുമാനമാണോ കാണിച്ചത്? അല്ല. അതൊക്കെ ഇവിടെ വരട്ടെന്നാ അപ്പോൾ നോക്കാമെന്ന്. അത് ഇപ്പം സമയമില്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. ഭയങ്കര കോൺഫിഡൻസാണ്. അതായത് മുല്ലപ്പെരിയാർ പൊട്ടുവോ ഇല്ലയോ എന്നുള്ള വിഷയം നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാം, അത് പൊട്ടട്ടെ, അതിന് ശേഷം നമുക്ക് നോക്കാം എന്ന് പറയുന്നത് പോലെയുള്ള വിവരക്കേടാണ് ശ്രീലങ്കയെ പോലെ ആവട്ടെ, ഇന്ത്യ ശ്രീലങ്കയെ പോലെ ആവുമ്പോൾ നോക്കാമെന്ന് പറയുന്നത്. അത്ര വിവരക്കേടാണ്. ഇത് വിവരക്കേടാണോ അല്ലയോ എന്നൊന്നും ആർക്കും ചിന്തിക്കാൻ സമയമില്ല. എല്ലാവരും കിടന്ന് ഓടുകയാണ്, മീശയ്ക്ക് തീ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഘർഷഭരിതമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഈ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൽ. ഇതിന് ഒരു പരിഹാരം ആർക്കും അറിയില്ല, ചിന്തിക്കുന്നില്ല, അതിനുവേണ്ടി സമയവും ഊർജവും ചെലവാക്കുന്നില്ല. അത് 100% ഉത്തരവാദിത്ത ബോധമില്ലാത്ത പ്രവൃത്തിയാണ്. അത് മാത്രമല്ല, നാടൻ ഭാഷ പറഞ്ഞ വിവരക്കേടാണ്. ഇങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത് എൻ്റെ ആശയത്തെ അംഗീകരിക്കുന്ന 1-2 പേരല്ല, 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതിൽ വിദേശീയരും പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ മലയാളികളുമായിട്ട് മാത്രമല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്,
ലോകത്ത് നെറ്റ് വഴി, അറിയാമല്ലോ, സോഷ്യൽ മീഡിയയും നെറ്റും ഒക്കെ വഴി ലോകം മുഴുവൻ ഉള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലുമുള്ള ആൾക്കാരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഈ ഒരു ചെറിയ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് പണം ഉണ്ടാക്കുമെന്നുള്ള ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ഈ ഭാഗമൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാലും എനിക്ക് വരുമാനമുണ്ട്. അപ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല എൻ്റെ യൂട്യൂബ് ആയിട്ടുള്ള ഒരു റിലേഷൻ. അത് പണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല. അതിനേക്കാൾ മൂല്യമുള്ള ലക്ഷ്യങ്ങളാണ് ഈ വീഡിയോ ഒക്കെ ഇടുന്നതിൻ്റെ പിറകിലുള്ളത്. ഇതിപ്പോൾ 30 മിനിറ്റായി. ഓക്കെ. ഇതിനിടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള ദാഹം എനിക്കില്ല. അതേസമയം നല്ല കോൺഫിഡൻ്റായിട്ട് നല്ല ആത്മീയ ഊർജത്തോടെ ഞാൻ സംസാരിക്കുന്നു. ഇത് പ്രപഞ്ചശക്തി തരുന്ന ഊർജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഭൂരിപക്ഷം പേർക്കും ബോറടിപ്പിക്കുന്ന വിഷയമാണ്. അതെനിക്കറിയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കും, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും. അപ്പോൾ ഇങ്ങനെ ലോകം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നു. ആ കറൻസി രഹിത വ്യവസ്ഥ വഴി വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. അതാണ് ഇതിൻ്റെ ഈ 34 വർഷം കൊണ്ട് ഞാൻ ചിന്തിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ പുസ്തകം ഈ രൂപത്തിൽ വന്നത് 2021 ഓക്കെ. അതിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടും വളരെയധികം മുന്നോട്ട് ഈ ആശയം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് വിവരം എന്ന് പറയുന്നത് ഇതാണ്: GDP, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ വർധനവിൻ്റെ ശതമാനം മിനിമം 50% മുതൽ 500% വരെ ഉയർത്താം. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് കറൻസി രഹിത വ്യവസ്ഥയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ. അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് കാണിക്കുന്നത് അതാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. ഓക്കെ. അത് ഈ പുസ്തകത്തിലും ഇല്ല, ഈ ഏറ്റവും ലേറ്റസ്റ്റ് ലഘുലേഖയിലും ഇല്ല. 50% മുതൽ 500% വരെ GDP ഉയർത്താം എന്നുള്ള ഇതിനകത്തൊന്നുമില്ല. അതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റാണ്. പിന്നെ ഇതിനകത്തുള്ള നേട്ടങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും 1-2 കാര്യങ്ങൾ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. വെറും 2 ദിവസം കൊണ്ട് 160 കോടി വീടുകൾ നിർമ്മിക്കാം, 1 രൂപ ചെലവില്ലാതെ. 1 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും കടങ്ങൾ തീർക്കാം 1 സെക്കൻഡ് കൊണ്ട്. അതായത് ലോകരാജ്യങ്ങളുടെ മൊത്തം കടമായ 28,000 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. വെറും 30 ദിവസം കൊണ്ട് 1 രൂപ ചെലവില്ലാതെ ലോകത്തിലെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും പാലങ്ങളും നിർമ്മിക്കാം. 1 രൂപ ചെലവില്ല. ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിൽ നവീകരിക്കാം റോഡുകളും പാലങ്ങളും എല്ലാം. ഓക്കെ. ഇങ്ങനെ 10,000-കണക്കിന് നേട്ടങ്ങളാണ്, അവിശ്വസനീയമായ നേട്ടങ്ങളാണ് കറൻസി രഹിത വ്യവസ്ഥയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം. വെറും 100 ദിവസമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ പറയുന്ന എല്ലാ വ്യവസ്ഥയും അംഗീകരിച്ച് ഗവൺമെൻറ് നടപ്പിലാക്കുക. 100 ദിവസം കഴിഞ്ഞാൽ
ലോകം നന്നായില്ലെങ്കിൽ ഈ പഴയ വഴിയിൽ ആക്കിക്കോളൂ. വെറും 100 ദിവസം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതൊരു പുതിയ ചോദ്യമാണ്. ഉത്തരം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും 35 മിനിറ്റായി. അതുകൊണ്ട് മാത്രം ഞാൻ തൽക്കാലം നിർത്തുന്നു. ഒരു 40 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടുന്ന അത്രയും വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ആശയങ്ങളുമൊക്കെ എനിക്കുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാം. അത് ദയവായി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ബോറിംഗ് ആയിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബോറിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും. തൽക്കാലം വിട വാങ്ങുന്നു. നമുക്ക് കാണണം. സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് കാണണം. ഓക്കെ, ശുഭദിനം. താങ്ക് യു.